എൻ്റെ ഒരു വീഡിയോയോ ഒരു ഷോർട്സോ കണ്ടു കഴിഞ്ഞിട്ട് ഇവളാരാ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത്. ഹായ്, ദിസ് ഈസ് റിബി മറിയം വർഗീസ്. വെൽക്കം ടു മൈ ചാനൽ മറിയം അൺഫിൽറ്റഡ്. അതെ, ഈ ചാനലിൻ്റെ പിന്നിലുള്ള ആൾ ഞാൻ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ കൂടി ഇത്രയും ദിവസം നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ തന്ന സ്നേഹമുണ്ടല്ലോ, ഞാനുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഞാനൊരു ചെറിയൊരു ഷോർട്സ് ചെയ്തിരുന്നു ഇതുപോലെ എൻ്റെ ചാനലിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടോട്ടൽ 60 ആയിട്ടുണ്ട്. 60 എന്ന് പറഞ്ഞാൽ എനിക്കൊരു 6 lakhs ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, എൻ്റെ ഫാമിലി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു 60 മെമ്പേഴ്സ് ഉള്ളൊരു കുഞ്ഞ് ഫാമിലിയായി മാറിയിട്ടുണ്ട് ഈ മറിയം അൺഫിൽറ്റേഡ്. അപ്പോൾ പുതിയതായിട്ടാരല്ലോ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പറായിട്ട് കൂടെ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പിന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നേ. അങ്ങനെ അപ്പം ഞാനിനി എന്നെപ്പറ്റി പറയാം. ഞാനാണെങ്കിൽ എൻ്റെ പേര് റിബി മറിയം വർഗീസ്. ഞാനിപ്പോൾ ഒരു അമ്മയാണ്, അതായത് ഒരു ടോഡ്ലറിൻ്റെ മോമാണ്. എൻ്റെ ബേബിയുടെ പേര് മീവൽ ഗ്രേസ്. ആൻഡ് മീവലിന് ഇപ്പോൾ ഒരു 1.5 വയസ്സായിട്ടുണ്ട്. ആൻഡ് ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം സച്ചിൻ എന്നാണ്. ഞങ്ങൾ ബേസിക്കലി ഞാൻ ഫ്രം പത്തനംതിട്ടയാണെങ്കിലും എൻ്റെ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം ആണ്. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്, പത്തനംതിട്ട, അതായത് തുമ്പമൺ എന്ന് പറയും, പന്തളത്തിനടുത്ത്. അവിടെയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ അവിടെ ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഞാനൊരു MCOM ഗ്രാജുവേറ്റ് ആണ്, ബേസിക്കലി അൻ അക്കൗണ്ടൻറ്റ്. പക്ഷെ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുള്ളൂ. വർക്കിൽ അത്ര സക്സസ്ഫുൾ ആയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇവിടെ നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞാണ്. അപ്പം ഞാൻ യൂട്യൂബിലേക്ക് വന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ 2020 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ടൈമിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ചെയ്തതാണ്. അത് വേറൊരു ചാനലാണ് കേട്ടോ, ലൈഫ് വിത്ത് മറിയം ആൻഡ് മീവൽ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു 106 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതായത് 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൊരു ചെറിയ ചാനലാണ്. പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് അതിൻ്റെ അകത്ത് വീഡിയോസോ, അതിപ്പോൾ 2020 തുടങ്ങിയതാണല്ലോ. ഞാൻ ഇപ്പോൾ ഈ 2026 അതിൻ്റെ അകത്ത് വീഡിയോസും ഷോർട്സും ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എന്തോ എൻ്റെ വ്യൂസസൊക്കെ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഒട്ടും വ്യൂസ് കിട്ടുന്നില്ല. ഒരു 50 വ്യൂസസൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഞാനിത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് വ്യൂസ് കുറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോൾ. എന്താ കാരണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ മറിയം അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. 0യിൽ നിന്ന് തുടങ്ങി എനിക്കിപ്പോൾ ഒരു 60 ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലി മെമ്പറായിട്ട് കൂടെ കൂടുക. ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഒട്ടും വ്യൂസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒരു അക്കൗണ്ട് ഉണ്ട്. അവിടെ എനിക്ക് ഫോളോവേഴ്സൊക്കെ കുറവാണെങ്കിലും അത്യാവശ്യം നല്ല വ്യൂസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഇതാണ് എൻ്റെ യൂട്യൂബിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും യൂട്യൂബിൽ ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ മെമ്മറീസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയ ഓരോ മെമ്മറീസ് ഉണ്ടല്ലോ, ട്രാവലിങ്ങും ഫുഡും ഒക്കെ, അങ്ങനത്തെയൊക്കെ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോലെ ഞാൻ യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നു. കാരണം ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുള്ള ആണല്ലോ ഏതൊരു ഒരു ഗേൾ എന്നല്ല, ഏതൊരാളുടെയും, ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഒരു ഒരാഗ്രഹം അതാണല്ലോ. അതിൻ്റെ പുറത്താണ് ഞാനിതിപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൻ്റെ ക്രിയേറ്ററാണ് ഞാൻ. എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ വലിയ സിനിമ പോലൊന്നുമല്ല, പക്ഷേ ചെറിയ സന്തോഷങ്ങളൊക്കെയുള്ള ഒരു ചെറിയൊരു ലൈഫാണ് ഞങ്ങളുടേത്. ആൻഡ് എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല, എന്നാലും എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെന്താ, ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ മെമ്മറീസൊക്കെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരിടമായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. പക്ഷേ ഇപ്പം അത് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്നു. ഒരു ദിവസം പോലും വിടാതെ ഞാൻ വീഡിയോസും ഷോർട്സൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, ബോത്ത് എൻ്റെ യൂട്യൂബിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം.
ഇഷ്ടമുള്ളവർ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് വലിയ സെറ്റപ്പ് ഒന്നും കാണാൻ കിട്ടില്ല. സ്ക്രിപ്റ്റ് ചെയ്ത ജീവിതമൊന്നുമില്ല, സാധാരണ ജീവിതമാണ്. എൻ്റെ ഒരു ഫാമിലി ലൈഫ്, മോം ലൈഫ്, ട്രാവൽ, ഫുഡ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.